2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അന്ന രാജനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ചയായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന രാജൻ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഡ്രസ്സിങ് സെൻസിനെ കുറിച്ചായിരുന്നു ഇപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ബ്ലൗസും അതോടെ തന്നെ പാവാടയൊക്കെ ഇട്ടാണ് വന്നത്, പക്ഷേ സാരി കൊടുത്തിട്ടില്ല. സോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എവളെന്തോ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഒരിടത്ത് വരുന്നത്, അതും പിള്ളേരുടെ എന്തോ കാര്യത്തിനുള്ളൊരു ഉദ്ഘാടനത്തിനായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനത്തുള്ള ഇടങ്ങളിലൊക്കെ ഇങ്ങനത്തുള്ള ഡ്രസ്സ് എന്തിനാണ് ഇട്ടുകൊണ്ട് വരുന്നത്? ആൾക്കാർ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്തോ ബോധമില്ല, വീട്ടുകാരെ തെറി പറയുന്നത് അങ്ങനെ ഇങ്ങനെയെന്ന് പല രീതിയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് വന്ന ആൾക്കാർ പറയാറുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞത് കണക്ക് അവരുടെ ഡ്രസ്സ് അവരുടെ സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് ഇടാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിന് ഏത് ഡ്രസ്സ് ഇടണം, എന്തൊക്കെ ഇടണമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ അന്നരാജ് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത്ര നല്ല രീതിയിലുള്ളതൊന്നും അല്ല, അത് നമുക്ക് കണ്ടാൽ അറിയുന്നതാണ്. അത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് കറക്റ്റ് ഫോർമാറ്റോ ഒന്നും അല്ല. എന്നിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇത് സാന്ദ്ര എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറ്റില്ല. എന്തായിരുന്നാലും ശരി, ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ വലിയ അന്നരാജൊന്നും പറഞ്ഞില്ല. നേരത്തെ ഇതിനു മുമ്പ് ഇതേ കണക്കത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇഷ്യൂകളും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും അന്നരാജനുണ്ടെങ്കിൽ റിയാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ.